ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും റെസിപ്പി വീഡിയോസായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടച്ചക്ക വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയിലാണ് ഉപ്പേരി വരുന്നത്. അപ്പോൾ ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ്. നമുക്ക് കടച്ചക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ കടച്ചക്കേനെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള കടച്ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ നാലാക്കി മുറിച്ച് എന്നിട്ട് നമ്മളതിൻ്റെ തൊലി കളഞ്ഞ്, ഒപ്പം തന്നെ നമ്മളിവിടെ പറയുക അതിൻ്റെ മൂക്ക് എന്നാണ് പറയുക, ഈ സെൻറ്ററിൽ വരുന്ന പോർഷന്. അപ്പോൾ അതും കളഞ്ഞിട്ട് പരമാവധി കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വലുതാക്കി അരിയണമെങ്കിൽ അരിയാം, പെട്ടെന്ന് വേവുന്നതാണ് കടച്ചക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതാക്കിയായിട്ടാണ് പലരും ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ കനം കുറച്ചിട്ടാണ് അരിയുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. പരമാവധി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് അതിനെ അധികം വേവിക്കരുത്. അതായത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒരു തള മാക്സിമം വന്നാൽ മതിയാവും. അത് ചക്കയുടെ മൂപ്പിനനുസരിച്ച് വ്യത്യാസം വരും. എന്നിരുന്നാലും നമ്മൾ ഒരു തള തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വേവ് നോക്കുക നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് ആക്കിയിട്ടാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നാടൻ വിഭവങ്ങളൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടിയിട്ട് സ്വീകരിക്കാറുണ്ട്. നമ്മുടെ കൂർക്കപ്പേരി നന്നായിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വിഭവത്തിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണ്. ആ ചക്കയ്ക്കൊരു പശ ഉണ്ടാവും. അപ്പോൾ ആ പശയൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി വാർത്തെടുത്ത്, ഈ കഴുകിയ വെള്ളം മൊത്തം നമ്മൾ വാർത്തി കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും അതൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കല്ലുപ്പാണ് ഇത് വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ഗ്ലാസോളം വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. മൂടി വെച്ചിട്ട് നമ്മൾ പോകരുത് കേട്ടോ, പെട്ടെന്ന് വെന്ത് കുഴയും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മൂടി വെച്ച് ഒരു തള വരുമ്പോഴത്തേക്കും നോക്കുക. അപ്പോൾ നമ്മുടെ ചക്ക കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലും കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വേവ് കുറച്ചും കൂടി കുറവ് മതി എന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഉപ്പേരി കാച്ചിലാണല്ലോ, അപ്പോൾ ചുവന്നുള്ളിയും വെള്ളുള്ളിയും ചേർത്തിട്ടാണ് നമ്മൾ ഉപ്പേരി കാച്ചുന്നത്. ഇവിടെ തൃശ്ശൂർക്കാരുടെ പ്രത്യേകതയാണത്. ഇനി വെളുത്തുള്ളിയും ചുവന്നുള്ളി കൂടി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചുവന്നുള്ളി തന്നെയായിട്ടും ഉപയോഗിക്കാം. നമ്മളൊരു 6-7 വെളുത്തുള്ളി ചുവന്നുള്ളിയാണ് ഒരുമിച്ച് ഏകദേശം ഈക്വൽ എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കണക്കാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചു. അതിലേക്ക് തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ഉപ്പേരി കാച്ചുമ്പോൾ വയ്ക്കുന്നത് നമ്മുടെ ചതച്ച മുളകാണ്. അത് ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ചതച്ച മുളക്, മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാൻ എത്ര തന്നെ അളവ് പറഞ്ഞാലും നിങ്ങളുടെ മുളകിന് എത്രയാണ് എരിവ് അതിനനുസരിച്ച് വേണം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാണാനുള്ള ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ചക്ക ഇട്ടിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഈ ചക്ക വേവിച്ചത് ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. പരമാവധി കനം കുറഞ്ഞ തവി ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുത്തി അമർത്തി ഇളക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് 2 ഭാഗത്തു നിന്നായിട്ട്, പാത്രത്തിൻ്റെ 2 ഭാഗത്തു നിന്ന്, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ 2 ഭാഗത്തു നിന്നായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അധികം കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചോളൂ, കുറച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി